ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കന്യാകുമാരി ട്രിപ്പിൻ്റെ ഫസ്റ്റ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ്, സെക്കൻഡ് വ്ലോഗാണ്. അപ്പോൾ ഞങ്ങൾ ഊബറൊക്കെ പിടിച്ച് രാത്രിയിൽ അവിടെ ചെന്ന് പിന്നെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഏകദേശം 2 മണിയായിട്ടുണ്ടായിരുന്നു. 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്. എണീറ്റ് വന്നപ്പോൾ അങ്ങനത്തെ കാഴ്ചയാണ്. ഇവിടെ മുയലുണ്ട്, കിളികളുണ്ട്, പിന്നെ കോഴിയുണ്ട്, അങ്ങനെ കുറേ ജീവികളുണ്ട് അവിടെ. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവളുടെ അമ്മൂമ്മയുടെ വീട്ടിലാണ്. ഞങ്ങളിവിടെയാണ് വന്നത്. ഞങ്ങൾ കന്യാകുമാരി ട്രിപ്പായിട്ടല്ല വന്നത്, ഇവരുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചിലായിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു വന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു ട്രിപ്പിങ്ങും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചങ്ങനെയാണ് വന്നത്. ഞങ്ങളിപ്പോൾ രാവിലെ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മറ്റേ പാലുകാച്ചുന്ന വീട്ടിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുക. അവിടെ വന്നതാ, അവിടെ ഇരിക്കുന്നതാണ് അവിടെ മമ്മിയോട് വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ വെറുതെ റോഡിലോട്ട് ഒന്ന് കയറാവുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. തമിഴ്നാടല്ലേ, നമ്മുടെ കേരളം പോലല്ല, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളൊക്കെയാണ്. നമ്മുടെ കേരളത്തിലെ വീടുകൾ പോലല്ല, എല്ലാം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള വീടുകളാണ്. നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഷേപ്പിലല്ലേ വീടുകളൊക്കെ കാണാം. ഇവിടെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഫുള്ള് വീടുകളാണ്. പിന്നെ തൊട്ടടുത്ത് അമ്പലങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി. ഇപ്പോൾ ഈ വീട് ഞങ്ങൾ താമസിച്ച വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ തൊട്ട് മേലെ തന്നെ ഇരിക്കുന്നൊരു അമ്പലം ഇത്. ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കുറേ വീടുകളുണ്ട്. ഒരുവിധം എല്ലാ വീടിനും ഒരേ ഷേപ്പൊക്കെയാണ്, കളർ വ്യത്യാസമൊക്കെ ഉള്ളൂ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി റോഡിലൊക്കെ നടന്ന് കുറേ നേരം. നല്ല കാറ്റാട്ടോ അവിടെ, ഇങ്ങനെ എപ്പോഴും കാറ്റടിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റോഡിലൊക്കെ കറങ്ങി തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു പട്ടി അമ്മയും കുഞ്ഞുങ്ങളും കിടക്കുന്ന കണ്ടു. അപ്പോൾ പാവാട്ടോ, ഞാൻ ആദ്യം പേടിച്ചു, പിന്നെ കുഴപ്പമൊന്നുമില്ല. നടന്നു പോകുന്ന കേട്ടോ കുഞ്ഞുങ്ങളുടെ ഡാഡി. അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാലുകാച്ചിനായിട്ട് കയറി വന്നു. ഇത് അവളുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് പാല് കാച്ചുന്നത്. പിന്നെ ഞങ്ങളതിൻ്റെ പരിപാടിയിലൊക്കെ അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ കണ്ടത് വേറെ ഒന്നുമല്ല ഗൈസ്, എന്നെ നൈസായിട്ട് ട്രോൾ ചെയ്തതാണ്. അങ്ങനെ നമ്മൾ പാലുകാച്ചിലൊക്കെ കണ്ടുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പാലൊക്കെ തിളച്ച് പാലുകാച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേളിൽ വന്നിട്ട് അവിടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കായതുകൊണ്ട് 2 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അവരവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പരിപാടീസ് എല്ലാം കഴിഞ്ഞിട്ട് ഇനിയും ട്രിപ്പിന് വേണ്ടി ഇറങ്ങുവാണ്. നമ്മളിനി കന്യാകുമാരി കാണാൻ പോവുകയാണ് ഗൈസ്. ഞങ്ങളിവിടെ നിന്ന് ഇപ്പോൾ വീട്ടിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ ആദ്യം പോകുന്നത്, അല്ലെങ്കിൽ വേണ്ട പോകുന്നത് എങ്ങോട്ടാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അത് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് നമ്മുടെ പാർട്ട് 3 ആയിട്ട്, ഇനി നമ്മുടെ കന്യാകുമാരി ട്രിപ്പിങ് നമ്മുടെ പാർട്ട് 3 ആയിട്ട് വരുന്നതായിരിക്കും. ഈ ഓട്ടോയിലാട്ടോ ഞങ്ങൾ പോകുന്നത്. ഇവിടുത്തെ ഓട്ടോയുടെ പ്രത്യേകത, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ചെയ്തിരിക്കാൻ പറ്റുന്ന സൈസ് ഓട്ടോകളാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പാർട്ട് 3-ലായിരിക്കും. അപ്പോൾ ബൈ.